പത്തനംതിട്ട ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ കാവിക്കൊടി ഉയർത്തിയ സംഭവത്തിൽ ക്ഷേത്രോപദേശക സമിതിക്കെതിരെ നടപടി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വിവരം. സമിതിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റേതാണ് ശക്തമായ ഈ നടപടി. വിവരങ്ങളുമായി സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. സുജു, കാവിക്കൊടിയാണ് ഇവിടെ ഉയർത്തിയത്. ഒരിടത്ത് ഗണഗീതം, അതുപോലെ തന്നെ ഹെഡ്ഗേവാറിൻ്റെ ചിത്രം പൂരം കുടമാറ്റത്തിൽ. ഇതാണ് കൊല്ലത്ത് കണ്ടത്. ഇവിടെ കാവിക്കൊടി ഉയർത്തി. ഏതായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിഷയം അറിഞ്ഞ ഉടൻ തന്നെ ശക്തമായി ഇടപെടുകയായിരുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശരത്തെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കാവിക്കൊടി ക്ഷേത്ര ഗോപുരത്തിൽ ഉയർത്തുക. മറ്റൊന്ന്, ക്ഷേത്രത്തിൽ ശാഖ പ്രവർത്തനം നടത്തുന്നതിനും ഈ ക്ഷേത്ര ഉപദേശക സമിതി സഹായിച്ചു അല്ലെങ്കിൽ പിന്തുണച്ചു എന്ന രണ്ട് കാര്യങ്ങൾ ചൂണ്ടി. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ കാവിക്കൊടി ഉയർത്തിയത്. രണ്ട്, ക്ഷേത്രത്തിൽ RSSന്റെ ശാഖാ പ്രവർത്തനം നടത്തിയതുമായി ബന്ധപ്പെട്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭക്തർ തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പരാതി നൽകുകയും ചെയ്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് ക്ഷേത്ര ഉപദേശക സമിതിയെ താൽക്കാലികമായി പിരിച്ചുവിടുകയും കാരണം കാണിക്കൽ നോട്ടീസ് ഉൾപ്പെടെ നൽകിയിരിക്കുകയാണ്. ഉത്സവ നടത്തിപ്പിനായി അഡ്ഹോക് കമ്മിറ്റിയെ രൂപീകരിക്കാനുമാണ് നൽകിയിരിക്കുന്ന ഉത്തരവിൽ പറഞ്ഞ. കുറെ നാളായി തന്നെ ഈ ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് RSS നടത്തുന്ന ഇടപെടൽ ഏറെ വിവാദമാണ്. ഇതിനും ആഴ്ചകൾക്ക് മുമ്പാണ് ക്ഷേത്ര ജീവനക്കാരനെ RSS പ്രവർത്തകരെത്തി വധഭീഷണി നടത്തുകയും ചെയ്തു. അതൊരു നിസ്സാര സംഭവത്തിനായിരുന്നു. അതായത് ക്ഷേത്രത്തിലെ മൈക്ക് RSS പ്രവർത്തകർ ഉപയോഗിച്ചപ്പോൾ ഈ മൈക്ക് എടുക്കുവാൻ നിങ്ങൾക്ക് നിയമപരമായ അനുമതി അല്ലെങ്കിൽ അധികൃതരുടെ നിയമാനുസൃതമായ അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച ക്ഷേത്ര ജീവനക്കാരനെയാണ് RSS പ്രവർത്തകർ വധഭീഷണി മുഴക്കുന്നത്. ഇത് സംബന്ധിച്ച് പത്തനംതിട്ട SP ഉൾപ്പെടെ ഈ ക്ഷേത്ര ജീവനക്കാരൻ പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ RSS പ്രവർത്തകർക്കെതിരെ മറ്റൊരു ക്ഷേത്രത്തിലെ ജീവനക്കാരനും പരാതി നൽകുന്നുണ്ട്. അങ്ങനെ ക്ഷേത്ര ജീവനക്കാരുമായി RSS പ്രവർത്തകർ ഒരു സംഘർഷമുഖം അല്ലെങ്കിൽ ഒരു അത്തരം രീതി സൃഷ്ടിക്കുന്നു എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ കാവിക്കൊടി കെട്ടിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ RSSന്റെ പതാക അല്ലെങ്കിൽ പോലും RSSന്റെ പതാകയ്ക്ക് സാമ്യമുള്ള, അതായത് ഹൈക്കോടതി ഉത്തരവ് അങ്ങനെയുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇപ്പം ഈ ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലൊക്കെ തന്നെ വിശ്വാസികളെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരം ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ RSSന്റെ കൃത്യമായി ആ അളവിലും നീളത്തിലുള്ള അല്ലെങ്കിൽ അതിൽ എഴുത്തല്ലാത്ത പതാകകൾ, എന്നാൽ അതിന് കൃത്യമായി സാമ്യമുള്ളത് ഒറ്റ നോട്ടത്തിൽ RSSന്റെ പതാക എന്ന് തോന്നിപ്പിക്കുന്ന പതാകകളാണ് ഇത്തരം ഗോപുരങ്ങളിൽ കെട്ടാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഉത്തരവുണ്ട്. ഇതിന് ഏതെങ്കിലും രാഷ്ട്രീയ സമുദായ ജാതിമത സംഘടനകളുടെ കൊടി അല്ലെങ്കിൽ പോലും അതിന് സാമ്യമുള്ള കൊടി ആണെങ്കിൽ അത് അഴിപ്പിക്കണമെന്നാണ് ഉത്തരവെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ മറ്റ് കൊടികളൊന്നും തന്നെ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രത്തിനുള്ളിൽ കോമ്പൗണ്ടിൽ പാടില്ലെന്നാണ്. എന്തായാലും ദേവസ്വം ബോർഡ് ഇപ്പോൾ കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കൊല്ലത്തിന് പിന്നാലെ പത്തനംതിട്ട ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലും വിശ്വാസികളുടെ പരാതി അത് മുഖവിലക്കെടുക്കുകയും നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ശരി, സുജു ആണ് വളരെ ശക്തമായി തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ വിഷയം ഈ പ്രശ്നം അറിഞ്ഞ ഉടൻ തന്നെ എടുത്ത കാവിക്കൊടി ക്ഷേത്രത്തിൽ ഉയർത്തിയതുമായി ബന്ധപ്പെട്ട ഓമല്ലൂരാണ്, പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ തന്നെ ശക്തമായി ഇടപെട്ട് ക്ഷേത്രോപദേശക സമിതിക്കെതിരെ, ഈ ഉത്സവങ്ങളുടെ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ക്ഷേത്രോപദേശക സമിതികൾക്കാണ്. അതിനകത്തേക്ക് നാട്ടിലുള്ള ഒരുപാട് ആളുകൾ വരും. അതിനകത്തേക്ക് ഇത്തരം ഒരു സംഘപരിവാർ ചിന്താഗതിക്കാരുടെ കടന്നുവരവിനെ തുടർന്നാണ് ഇത്തരം ഒളിച്ചുകടത്തലുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്നത്. അതിനെതിരായിട്ടുള്ള വളരെ ശക്തമായി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ പണ്ട് നമ്മൾ RSS ശാഖകൾ കണ്ടിരുന്നു. അതെല്ലാം പൂർണ്ണമായും അവസാനിപ്പിച്ച ഒരു നിലയുണ്ട്. പുതിയ രൂപത്തിൽ ഇത് പലതും കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ അതിനെ അതിശക്തമായി തന്നെ ഒരു തരത്തിലും അത് അംഗീകരിച്ചു കൊടുക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. ബാബു എഴുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, മതസൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമങ്ങളെ മുളയിലേ നുള്ളണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇതുമായി ബന്ധപ്പെട്ട് നിശ്ചയമായും വളരെ പ്രധാനപ്പെട്ടതാണ് ആ നിർദ്ദേശം എന്നുള്ളത് പറയട്ടെ. ഏതായാലും ശക്തമായി തന്നെ ഈ ഉത്സവങ്ങൾ, ക്ഷേത്രോത്സവങ്ങൾ നാടിൻ്റെ ജനകീയ ഉത്സവങ്ങളാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. കാവിക്കൊടി കെട്ടുന്ന രാഷ്ട്രീയത്തെ ചെറുക്കണം, അത് അനുവദിക്കാനാകില്ല, അത് ശരിയായ രീതിയല്ല എന്ന് രാജീവൻ അതേക്കുറിച്ച് എഴുതുന്നു. ഒരു നാടിൻ്റെ ഉത്സവമായി, സാംസ്കാരിക ഉത്സവമായി, ജനകീയ ഉത്സവമായി തന്നെ ഈ പറഞ്ഞ ജാതിമത ചിന്താഗതികൾക്കൊക്കെ അപ്പുറമാണ് നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങളും പെരുന്നാളുകളും എല്ലാം നടന്നു വരുന്നത്. അങ്ങനെ തന്നെ പോകേണ്ടതുണ്ട്. അതിനിടയിൽ ഇത്തരം ഈ ഭിന്നതയുടെ, വിദ്വേഷത്തിൻ്റെ സാധ്യതകൾ തേടുന്ന പ്രവർത്തികളെ ചെറുക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ